25 साल में पूरा भारत एक इस्लामिक स्टेट होगा और पूरे भारत में शरिया लागू होगा। ये ब्याह इलीगल है, पॉक्सो केस है ये। 16 साल रही है वो। पेपर्स के हिसाब से आपकी छोरी 18 साल की है। कभी जिंदगी बर्बाद कर देगा बाद ने हमारी ब्याह। ഇതെന്താ ഹിന്ദു മുസ്ലിം ഇതാ വർഗീയ പട വർഗീയ സിനിമയാ ചാറ്റ് आप नहीं समझ हो पापा, मारो ऋषि तो सुनी है। मम्मी पापा को बिना बताए हम कर ही कह रहे हैं शादी। अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, और अगर हम पे भरोसा है तो कर लेते हैं। क्या आपको मोहम्मद फैजान से निकाह कबूल है? കേരള സ്റ്റോറി 2 അപ്പൊ മണ്ണെന്താ മണ്ണിന്റെ ബാക്കിയാണോ ലാലല്ലുള്ളത് ഇത് ഇലക്ഷനാകുമ്പോ തമ്മിൽ തല്ലിക്കാൻ ഒരു അപരാധം ഇറക്കി വിടും. ഇലക്ഷന്റെ ടൈമാണ് പറഞ്ഞത് മണ്ണ് അങ്ങനെയാന്ന് ഇറക്കിയ മണ്ണങ്ങനെ തന്നെ ആണോ कबूल है। सुभान अल्लाह, मुबारक हो, मुबारक हो। और रिश्ते की बुनियादी धोखों को भी वो रिश्ते के लाने जिंदगी न लुटा दे। माँ फैजान ऐसा नहीं। ഡോണ്ട് റിയാക്ട് ചെയ്യുന്ന എന്താ അത്രക്ക് സീന എന്താ കേരളത്തെ അപമാനിപ്പിക്കുന്ന പടം. കോപ്പറേറ്റ് പോട്ടെ എന്ത് സംഭവം എന്ന് അറിയണ്ടേ ഒഫൻസീവ് എന്താ ഒഫൻസീവ് ആണോ मैं कन्वर्ट नहीं होंगी। हाँ और वैसे भी मैं इन सब चीजों में बिलीव नहीं करता। बच्चे तो होंगे ना, वो किस लिए जिनको फॉलो करेंगे? मेरा सलीम ऐसा नहीं है। BJP മൂവിയോ ഓ ഓ ഓ മതി ഇങ്ങനത്തെ കാണണ്ട. ഓക്കെ മനസ്സിലായി ഡോണ്ട് റിയാക്ട് ചെയ്യണേ പിന്നെ എന്തിനായിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞത്? അല്ല എന്നാലും എന്താന്ന് അറിയണ്ടേ ക്യൂരിയോസിറ്റി ഇത് അങ്ങനെ എന്താ അറിയാനൊരു ക്യൂരിയോസിറ്റി ചിലപ്പോ നാളെ കാണാൻ കഴിയില്ല. ആ നാളെ നോമ്പാ ഇന്ന് തന്നെ हमारा काम है हिंदू लड़कियों को अपना बनाना। हमारे यहाँ ये सब नाच गाना हराम है। ये तो धोखा है। पढ़ाऊंगा तारी रील। लिबरल जर्नलिस्ट कहाँ गया? മീൻസ് ചെക്കൻ മുസ്ലിമും പെണ്ണ് ഹിന്ദു അങ്ങനെയാ ആ ലവ് ജിഹാദ് മറ്റേ रिलीजन में बिलीव ही नहीं करता था। हम कभी नास्तिक नहीं होते, सिर्फ तुम काफिर लोग नास्तिक होते हो। एक पल के लाते भी तुमने हमसे प्यार करो कि नहीं करो? नई जिंदगी मिली तुझे, जीना सीख ले। हम यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग। हमें आपसे कुछ नहीं चाहिए, बस एक आवाज, एक सब। ഇതിന് മലയാളം ഉണ്ടോ ഇത് മനസ്സിലാകുന്നില്ല പ്രോപ്പർ കണ്ട മൂവി ഓക്കെ 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 भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी। अम्मी अबे 3 लड़कियां और लानी है। അല്ല അതെന്താ ബീഫ് കഴിച്ചാ അതെന്താ സംഭവം? എന്താ ബീഫ് അതെന്താ ഉദ്ദേശിച്ചത്? മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാര് ആ മൂക്ക് പൊത്തി പിടിച്ചാണ്ട് ഹിന്ദുക്കളെ തള്ളിക്ക് ബീഫ് കുത്തി ഇറക്കുന്നു. അതെന്തിനാണ് ചെയ്യുന്നത്? ഹിന്ദു കുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ബീഫ് തീറ്റിച്ചിട്ട് മൊത്തത്തില് മറ്റേ ആ സംഭവം തന്നെ. എന്തിനാണ് കറക്റ്റ് നോമ്പിനെന്തിനാ ഇവര് ഇത് ഇറക്കിയത്? ഇത് കറക്റ്റ് നോമ്പ് തുടങ്ങുമ്പോ എന്താ ഇവര് ഇത് ഇറക്കിയത്? ഇതെന്താ അതെന്താ ഇപ്പൊ കണ്ടത്? ഇതെന്തൊരു ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ ഇതാരാ ഇത് ഇറക്കുന്നത് ശരിക്കും? അല്ല ഇതിന്റെ ഫസ്റ്റ് അല്ല മറ്റേ ലാലല്ല അഭിനയിച്ചതാ. आपकी बार ऊंचे जात की लड़की लाए और ब्राह्मण की लड़की के 12 लाख मिलते हैं। मुझे लड़की അല്ല അപ്പൊ ഇത് വർഗീയത ഉണ്ടാക്കുമെന്ന് ഇവർക്ക് അറിയില്ലേ? അപ്പൊ ഈ സെൻസർ ബോർഡ് ഒന്നും ഇതൊന്നും ഇതെന്തിനാ ചെയ്യുന്നില്ല. കേരള സ്റ്റോറി എന്ന് പേരിട്ടത്? അപ്പൊ കേരളമായിട്ട് എന്താ വന്നതിന്? ഇതിനെന്താ മനസ്സിലായില്ല. കേരള ബന്ധം? കേരള സ്റ്റോറി എന്തിനാക്കുന്നതിന്? കേരളമായിട്ട് എന്താണ് ബന്ധം? കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ കുറച്ച് ഒരു ഒത്തൊരുമില് പോണത്. ഓ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നതെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഉള്ള ഇതല്ലേ? നാറി BJP-കള്. ഓ അപ്പൊ ഇപ്പൊ എലക്ഷൻ ആവാനായ? അപ്പൊ എപ്പോഴാ എലക്ഷൻ? എപ്പോഴാ? 1-2 മാസത്തിൽ എലക്ഷനാ? ഇത് എന്താണ് ഇതൊന്നും ആരും
അപ്പൊ ഇതിനെതിരെ ആരും ഒന്നും പറയുന്നൊന്നുമില്ല. എന്നിട്ട് ഇതെന്താ इसको जो खर्च करवाया उसका तुम्हें याद नहीं का वसूली कर वो ബിഫോർ യുവർ ഡോട്ടർ ബിക്കംസ് ദെയർ നെക്സ്റ്റ് ടാർഗറ്റോ? തിയേറ്ററിലുണ്ട്. റമദാനിന് ഇറക്കാനോ ഈ പടം? 27 ഫെബ്രുവരി. ഇതെന്തൊരു അപരാധാണിത്. ഇത് ഞാൻ പറയുന്നത് അറിയോ, ഇത് കണ്ടിട്ട് കുറച്ചാണ് ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ കൂടുതലും, പക്ഷെ കുറച്ചെങ്കിലും ആൾക്കാർ വിചാരിക്കൂലേ മുസ്ലിങ്ങൾ എങ്ങനെയാന്ന് ഉള്ളൊരു സാധനം ഇഞ്ചക്ട് ആവൂലേ. അന്ന് മങ്കിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ പെണ്ണ് കേരള സ്റ്റോറി ഇതാന്നിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര അടിയാ ഓർമ്മയുണ്ടാ? ആണോ? അത് ഇതുവരെ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഇതെന്താ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതെന്താ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ടാ അല്ല, ഇതിപ്പോ കേരളക്കാർക്ക് എതിരാന്നല്ലേ ഇവര് ഇറക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ ആരും ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. കേരളത്തിൽ ഇത് ഇറക്കാൻ വിടരുത്. കേരളത്തിൽ എല്ലാവർക്കും അല്ലാന്ന് പറയാം. നോർത്ത് ഇന്ത്യയിലുള്ള വോട്ട് ഇന്ത്യയിൽ ഇറക്കിയാ കേരള അങ്ങനെയാണെങ്കിൽ ഇതാക്കില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഗവൺമെന്റിൽ ഇത് ബാൻ ചെയ്ത പ്രശ്നം കഴിഞ്ഞില്ലേ? ഗവൺമെന്റ് ഇറക്കുന്നല്ലേ ഇത്? ഗവൺമെന്റ് അല്ലാതെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഇത് ബാൻ ചെയ്യണം. കേരളത്തിൽ ഇത് പ്ലേ ചെയ്യാൻ വിടുമോ? പ്ലേ ചെയ്യാൻ വിടൂല. കേസാ. അപ്പൊ സെൻട്രൽ OTT എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. OTT ബാൻ ചെയ്യണം. ഇത് രവിചന്ദ്രൻ നല്ലപ്പാന്ന് പറഞ്ഞൊരു നായിയാണ് ഇതിന്റെ എന്തോ ചെയ്തിട്ടുള്ളത്, പ്രൊഡ്യൂസർ. അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല, ശരിക്കും ഇതിൽ എന്തെങ്കിലും ഒരു ശതമാനം സത്യം ഉണ്ടാവോ? എവിടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല? ആരെങ്കിലും ബീഫ് തീറ്റിച്ചിട്ടുണ്ടാവോ? എടാ, അങ്ങനെ ഒരു കാര്യം അങ്ങനെ നടക്കുന്ന വിചാരിച്ച എല്ലാം അങ്ങനെ സിനിമ ഇറക്കാൻ മാത്രം ഉണ്ടാവും. സ്റ്റിൽ അങ്ങനെ ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതില്? പിണറായി റിയാക്ട് ചെയ്യാനോ? എന്ത് ലൈവിലാ? പിണറായി റീലില് ഇതാക്കിട്ടുണ്ടാവും. എന്താ പറയുന്നത്? പിണറായിന്റെ ലൈവില് പോയിട്ട് സ്പാമേ റിയാക്ട് കേരള കണ്ണൂർ സഫാന സ്റ്റോറി. കണ്ണൂർ സഫാൻ മറ്റേ പാട്ട് എന്താണ് പറയുന്നത്? ഒരു സീരിയസ് ഇഷ്യൂ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ എന്താണ് ആ ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്? നാറികള്. പിണറായി സ്റ്റോറി ശരിക്കും പിണറായി ഇതാക്കിയോ? ഓ, അങ്ങനെ ആണോ? റിയാക്ഷൻ അതായത് അടിയിൽ ക്യാമറ വെച്ചിട്ടുള്ള റിയാക്ഷൻ അല്ല. പിന്നെന്ത് ഇത് ഇങ്ങനെ പ്രതികരിക്കലുണ്ട്. ഇതൊന്ന് വിക്കിതൊക്കെ അതാ ഞാൻ ചോദിക്കുന്നത്. പിണറായി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിദേശത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. കേരളത്തിനെതിരെ മതവിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതവിദ്വേഷം പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിരുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണുന്നതാണ്. നട്ടാൽ കുരുക്കാത്ത നുണങ്ങളും വിദ്വേഷവും കേരള വിരുദ്ധ പ്രചാരണവും കുത്തിനിറച്ച 1ാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതാണ്. കലാസൃഷ്ടിയുടെ മേലങ്കി അണിഞ്ഞ് പുറത്തിറക്കിയ ഈ വികൃത സൃഷ്ടിയെ ദ റിയൽ കേരള സ്റ്റോറി വിളിച്ചു പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുമാണ്. സാഹോദര്യവും മതേതരവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃക ഭയപ്പെടുന്നവരാണ് തുടർച്ചയായ വിദ്വേഷ പ്രചാരണങ്ങൾ അണിയിറക്കാർ. അതായത് ബേസിക്കലി BJP-ക്കാർ ഇത് ഇറക്കുന്നത് തന്നെ പറഞ്ഞത് മനസ്സിലാവും. ബേസിക്കലി അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് വേണം ബ്ലോക്ക് ചെയ്തൂടെ? കേരള സ്റ്റോറി എന്ന അപഹാസ്യമായ വ്യാജ പ്രതീതി നിർമ്മിതിയെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച സംഘം പേരെടുത്ത് പറഞ്ഞേ സംഘപരിവാർ കേന്ദ്രങ്ങളാണ്. അതാ ഇത് സീനാവും. പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിറം നൽകി തെറ്റായ പ്രചരണം നടത്തുന്നവരാണ്. വർഗീയ അലാപങ്ങൾ ഇല്ലാത്തതും എല്ലാ മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ നമ്മുടെ നാടിന്റെ ശാന്തിയിലും ഈ ശക്തികളാണ് നമ്മുടെ നാടിന്റെ ശത്രുക്കൾ. അതായത് എടുത്തു പറഞ്ഞടാ എഴുതിയടാ സംഘപരിവാർ കേന്ദ്രങ്ങളാന്ന്. സാധാരണ ഇൻഡയറക്റ്റ് ആയിട്ടാ പറയാ, പച്ചക്ക് പറഞ്ഞടാ മുത്ത ഇതാണ് മുത്ത CM ഇങ്ങനെ ആയിരിക്കണം CM. മനസ്സിലാ? ബീഫ് എന്ന് പേരിട്ടത് കൊണ്ട് ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി പോലും നിഷേധിച്ച കാലത്ത് സമൂഹത്തിൽ ഭിന്നത വിദേശം വളർത്തുന്ന ലക്ഷ്യത്തോടെ ഉത്പാദിപ്പിക്കുന്ന
വിശ്വ സൃഷ്ടികൾക്ക് എങ്ങനെയാണ് പ്രദർശന അനുമതി ലഭിക്കുന്നത് എന്നത് ആശ്ചര്യകരമാണ്. കാര്യമല്ലേ? എടുക്കാൻ വിടരുത്. സുസ്ഥിര വികസന സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിൽ മാതൃകയായ മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. വ്യാജ പ്രചരണങ്ങളും കേരളത്തിലെ മത അടിത്തറ നമ്മുടെ ഓരോരുത്തരാണ്. വിദ്വേഷം. കേരളം നമ്മുടെ അഭിമാനമാണ്. നുണകൾക്കെതിരെ സത്യം ജയിക്കണം. അതിനെ നാം ഒരുമിച്ച് നിലകൊള്ളണം. ഇതൊന്ന് ഞാൻ റീസ്റ്റോർ അടിക്കട്ടെ. ഇതൊന്ന് റീഷെയർ അടിക്കണം. ഇത് മുത്തേ, ഇതെല്ലാവരും റീസ്റ്റോർ അടിച്ചോ മുത്തേ, എല്ലായിടത്തും എത്തട്ടെ.